തന്നെ കോമാളിയായി അവതരിപ്പിച്ച മുൻമന്ത്രിയും സിപിഎം നേതാവുമായ തോമസ് ഐസക്കിന് മറുപടി പറയാനില്ലെന്ന് രമേശ് പിഷാരടി. ചെളിവാരിയെറിയുന്ന രാഷ്ട്രീയത്തിൽ നിന്നും താൻ മാറി നിൽക്കുകയാണ്. അതേസമയം പിഷാരടിക്കെതിരായ കോമാളി പ്രയോഗത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി തോമസ് ഐസക്. കലാകാരന്മാർ എന്നാണ് സിപിഎമ്മിന് വെറുക്കപ്പെട്ടവരായതെന്ന് UDF സ്ഥാനാർത്ഥിയായ പിഷാരടി ചോദിച്ചു. സമരം ചെയ്ത് കിട്ടുന്നതല്ല സംസ്കാരം, ഒപ്പം നിൽക്കാത്തവർ വെറുക്കപ്പെടേണ്ടവരാണെന്ന നിലപാട് ശരിയല്ല. കോമാളി വേഷം കെട്ടുന്നവരെ സ്ഥാനാർത്ഥിയാക്കിയെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ ആക്ഷേപം. നാടക സംഘങ്ങളിൽ കൂടി രാഷ്ട്രീയം പ്രചരിപ്പിച്ചവർക്ക് എന്നാണ് നടീനടന്മാർ വെറുക്കപ്പെട്ടവരായതെന്ന് രമേശ് ചോദിച്ചു. എന്നേക്കാൾ രാഷ്ട്രീയ പരിചയമുള്ളയാളാണ് തോമസ് ഐസക്, എന്നാൽ സംസ്കാരം എന്നോടൊപ്പം വരണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോയെന്നും രമേശ് പരിഹസിച്ചു. പ്രസ്താവന തനിക്ക് മനോവിഷമമുണ്ടായി. സീനിയർ നേതാവായ തോമസ് ഐസക് തന്നോട് ക്ഷമാപണം നടത്തേണ്ടിയിരുന്നില്ല. ഫലസ്തീൻ വിഷയത്തിൽ താൻ സംസാരിച്ചതിന്റെ ചെറിയ റീലുകളാണ് പ്രചരിക്കുന്നത്. പഴയ പല ക്ലിപ്പുകളും തപ്പുന്നുണ്ട്. തന്നെ അരസംഖി എന്നല്ലേ പറഞ്ഞത്, ഒരു സംഖി എന്ന് പറഞ്ഞില്ലല്ലോ. ഉണ്ണി മുകുന്ദൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട ഫോട്ടോയ്ക്കാണ് ലൈക്ക് അടിച്ചതെന്ന് പറഞ്ഞ പിഷാരടി ഇടത് സ്ഥാനാർത്ഥികളായിരുന്ന മുകേഷിനും ഇന്നസെന്റിനും വേണ്ടി പ്രചാരണത്തിന് പോയിട്ടുണ്ടെന്നും അതെല്ലാം തപ്പിയെടുക്കട്ടെ എന്നും പരിഹസിച്ചു. അതെന്റെ ഞാനൊരു 26 വർഷം ചെയ്ത പല കോമഡി പരിപാടികളിലും പലതും കിട്ടും. പതുക്കെ എടുത്ത് അങ്ങനെയൊക്കെ നോക്കിയാൽ കിട്ടും. അതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പട്ട കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. പണ്ട് തൊട്ട് വലിയ പ്രസംഗമല്ല. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നമ്മൾ പോയിരുന്നിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുടെ നമ്മളേറ്റവും അടുത്തുള്ള ആളുകൾ മറ്റ് ദൂരെയുള്ള കാര്യങ്ങൾ അവിടെ പ്രസക്തി ഉണ്ടെങ്കിൽ പോലും അത് ഒരുപാട് ചർച്ച ചെയ്ത് നമ്മൾ തമ്മിലുള്ള ശത്രുത ഒരിക്കലും വളരാൻ പാടില്ല. നമ്മൾ തമ്മിൽ, ഞാനോ നിങ്ങളോ തമ്മിൽ ലോകത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. വിഷയത്തിന് പ്രസക്തി ഇല്ല എന്നല്ല പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ പലതും തപ്പിയെടുക്കേണ്ടി വരും. കുറെ ഒരു പോസ്റ്റിന് മോദിയോടൊപ്പമുള്ള പോസ്റ്റിന് താഴെ നിങ്ങളുടെ കമന്റുകളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച ആണ്. ഉണ്ണി അദ്ദേഹത്തിനെ കണ്ടപ്പം ഇട്ട ഫോട്ടോയ്ക്കല്ലേ പറഞ്ഞത്. അത് കുഴപ്പമില്ല. അദ്ദേഹം BJPയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒരാൾ കാണുന്നതിന് കണ്ടു. ഉണ്ണി എൻ്റെ സുഹൃത്താണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. അതിനൊരു ആശംസ പറയുന്നൊരു തെറ്റില്ല. ഞാൻ മുകേഷേൻ്റെ ഇന്നസെൻ്റിൻ്റെയും പ്രചരണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടില്ലേ. ആ വീഡിയോ ഒക്കെ എടുത്ത് തപ്പിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ മുകേഷ് ചേട്ടൻ്റെ കൂടെ ഞാൻ സുരാജും പോയിട്ടുണ്ട്. ഇന്നസെൻ്റ് ചേട്ടൻ്റെ പ്രചരണത്തിന് ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ സഹപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ അതാ പറഞ്ഞത്. എനിക്ക് കുറേ അധികം ആളുകളെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ലോണം. എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതില്ലാത്തവരിത് തപ്പിക്കൊണ്ട് നടക്കട്ടെ, ഇനിയും മുന്നിലേക്ക് പോട്ടെ. പുറകിലോട്ടൊക്കെ തപ്പിയ പഴയ കോമഡി പരിപാടിയുടെയൊക്കെ നല്ല പീസുകൾ കിട്ടും, കൊണ്ടുവരിക. UTV ന്യൂസ്, പാലക്കാട്.